അവൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്ന് രാത്രിയിലും നമുക്ക് ദൈവത്തിന് മുമ്പാകെ ഇരിപ്പാൻ കർത്താവ് തന്ന നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ എന്ന പുസ്തകത്തിൽ നിന്ന് നമ്മുടെ ധ്യാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. ദൈവവചന പഠനത്തെ മുമ്പോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് വളരെ പരിചിതമുള്ള ഒരുപക്ഷേ പുതിയ നിയമത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏക ചരിത്ര പുസ്തകം എന്നറിയപ്പെടുന്ന ഈ പുസ്തകം വളരെ അമൂല്യമായ ഒരു ഗ്രന്ഥമാണ്, അമൂല്യമായ ഒരു നിക്ഷേപം തന്നെയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. യേശുക്രിസ്തുവിനെ കുറിച്ച് 4 സുവിശേഷങ്ങൾ നമുക്ക് ലഭ്യമാണ്. യേശുവിൻ്റെ ജനനം, ശുശ്രൂഷ, യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം, ഉയർപ്പ് എന്നീ കർത്താവിൻ്റെ ദ ലൈഫ് ആൻഡ് മിനിസ്ട്രി ഓഫ് ജീസസ്, യേശുവിൻ്റെ ജീവിതവും ശുശ്രൂഷയും, ഇത് നമുക്ക് നൽകി തരുവാനായിട്ട് 4 സുവിശേഷങ്ങൾ നമുക്ക് ലഭ്യമാണ്. എന്നാൽ ആദിമസഭയുടെ ചരിത്രം നമുക്ക് ലഭിക്കുന്നത്, വിവരണങ്ങൾ നമുക്ക് ലഭിക്കുവാൻ ഒരു പുസ്തകം മാത്രമേ നമുക്ക് പുതിയ നിയമത്തിലുള്ളൂ. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും അമൂല്യമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ എന്നുള്ള ആ പുസ്തകം അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദൈവമക്കളായ നാം ഈ പുസ്തകത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് 2 പ്രധാന കാരണങ്ങളാലാണ്. ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ്. ഒന്ന്, ഇറ്റ് ഈസ് എ ഹിസ്റ്റോറിക് അക്കൗണ്ട്, ഒരു ചരിത്രപരമായ ഒരു അക്കൗണ്ടാണ് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ എന്ന് പറയുന്നത്. റെക്കോർഡാണ്. നമുക്കറിയാം, അത് ഇല്ലാതിരുന്നുവെങ്കിൽ, ചരിത്ര പുസ്തകമായ അപ്പോസ്തല പ്രവൃത്തികൾ പുതിയ നിയമത്തിൽ നമുക്ക് ലഭ്യമല്ലായിരുന്നുവെങ്കിൽ ആദിമ കാലഘട്ടങ്ങളിൽ ദൈവസഭ എങ്ങനെ സുവിശേഷം മറ്റിടങ്ങളിലേക്ക് വ്യാപിച്ചു, യെരുശലേമിൽ നിന്ന് പലയിടങ്ങളിലേക്കും സുവിശേഷം എങ്ങനെ ചെന്നെത്തി, അതുമാത്രമല്ല അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിൽ അല്ലെങ്കിൽ ആ പുസ്തകത്തിൽ ഏറ്റവും അധികം പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്ന പൗലോസിൻ്റെ ശുശ്രൂഷയെക്കുറിച്ചും സഭകൾ സ്ഥാപിച്ചതിനെക്കുറിച്ചും ഒന്നും നമുക്ക് വ്യക്തമായൊരു അറിവ് ലഭിക്കുവാൻ സാധ്യതയില്ല. ലേഖനങ്ങളിലൂടെ വളരെ വിരളമായ ചില സൂചനകൾ മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. മിക്ക ലേഖനങ്ങളുടെയും പശ്ചാത്തലം നമ്മൾ കാണുന്നത് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിലാണ്. എങ്ങനെയാണ് ആ സ്ഥലങ്ങളിൽ പോയി ദൈവത്തിൻ്റെ ദാസനായ പൗലോസ് പ്രവർത്തിച്ചതെന്നും സഭ ഉടലെടുത്തത് എങ്ങനെയാണെന്നും നമുക്ക് രേഖപ്പെടുത്തിയിരിക്കുന്ന ചരിത്ര പുസ്തകമായ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിലാണ്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിന് ശേഷമുള്ള ഒരു 30 വർഷം ഏകദേശം ഒരു 33 ഡിക്കേഡ്സിൻ്റെ ഹിസ്റ്ററിയാണ് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ. കർത്താവ് ഉയർത്തതിന് ശേഷമുള്ള ഒരു 30 വർഷത്തെ ചരിത്രമാണ് വാസ്തവത്തിൽ സംക്ഷിപ്തമായിട്ട് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതൊരു ഹിസ്റ്റോറിക്കൽ അക്കൗണ്ടാണ്, ഹിസ്റ്റോറിക്കൽ റെക്കോർഡാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹീതമായ ഒരു ചരിത്ര പുസ്തകം. അപ്പോൾ അതിൽ നമുക്കറിയാം ചരിത്രം എങ്ങനെ ആരംഭിക്കുന്നു. ദൈവം വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിനായിട്ട് ദൈവമക്കൾ കാത്തിരിക്കുന്നു. ദൈവം തൻ്റെ ആത്മാവിനെ തൻ്റെ ജനത്തിൻ്റെ മേൽ പകരുന്നു. അതിനുശേഷം അങ്ങനെ ഒരുമനപ്പെട്ട ദൈവമക്കൾ ദൈവസനയിൽ കൂടി വരുന്നു. ആദിമസഭയിൽ കൂടി വന്ന ദൈവമക്കളുടെ ആ സന്തോഷകരമായ ജീവിതാനുഭവങ്ങളൊക്കെ വിവരിച്ചുകൊണ്ട് അത് ആരംഭിക്കുന്നു. എന്നാൽ അപ്പോൾ തന്നെ ശത്രുത ആരംഭിക്കുന്നു. യഹൂദന്മാർ ഈ കൂട്ടത്തിനെതിരായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ അവരെ യെരുശലേമിൽ നിന്ന് പൂർണ്ണമായിട്ടും നിഷ്കാസനം ചെയ്യാനായിട്ട് അവരെ പണിപ്പെടുന്നു. അങ്ങനെ അവർ ചിതറിപ്പോകുന്നു. എന്നാൽ ചിതറിപ്പോയ സ്ഥാനത്ത് ദൈവം തൻ്റെ പ്രവൃത്തി പിന്നെയും തുടരുകയാണ്. അവർ പോയ സ്ഥലങ്ങളിലൊക്കെ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങി. സ്തെഫാനോസിൻ്റെ രക്തസാക്ഷിത്വം ഉണ്ടാകുന്നു. അതിനുശേഷം ഒരു ശൗലിനെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു. പത്രോസിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ജാതികളിലേക്കുള്ള ശുശ്രൂഷ വ്യാപിക്കുന്നതായിട്ട് കാണുന്നു. അവസാനം അന്ത്യോക്യ എന്ന് പറയുന്ന സ്ഥലത്താണ്, ഒരു ഇൻ്റർനാഷണൽ ചർച്ച് എന്നുള്ള നിലയിൽ അന്ത്യോക്യ സഭയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവിടെ നിന്നാണ് പിന്നെ മിഷണറി ഈ പ്രവർത്തനത്തിനായിട്ട് ദൈവദാസന്മാർ, അന്ന് അറിവിലുണ്ടായിരുന്ന റോമൻ എംപയറിൻ്റെ അല്ലെങ്കിൽ റോം വരെയും സുവിശേഷം കടന്നു ചെല്ലത്തക്ക നിലയിൽ
അത് വ്യാപിക്കുന്ന മനോഹരമായ ഒരു ഹിസ്റ്റോറിക് അക്കൗണ്ടാണ് അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് പറയുന്നത്. നമുക്കിത് കാണുവാൻ കഴിയുന്നത് അപ്പോസ്തല പ്രവൃത്തിയിലാണ്. അതുകൊണ്ട് തന്നെ ഒരു ചരിത്ര പുസ്തകം എന്നുള്ള നിലയിൽ, റെക്കോർഡ് എന്നുള്ള നിലയിൽ നമുക്കത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് ഈ പുസ്തകത്തെ നമ്മൾ ഏറ്റവും പ്രാധാന്യമുള്ളതായി കാണുന്നതിൻ്റെ രണ്ടാമത്തെ കാരണമെന്ന് പറയുന്നത്, ഒരു ചരിത്ര പുസ്തകം നമ്മൾ വായിച്ചു വിടുന്നത് പോലല്ല അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ വായിക്കുന്നത്. ഇന്ന് ജീവിച്ചിരിക്കുന്ന, ഇന്ന് ഭൂമിയിലുള്ള ദൈവസഭയ്ക്ക് അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും അത് നൽകുന്ന പ്രചോദനം വലുതാണ്. നമുക്കറിയാം, സാധാരണ സഭ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ഉപദ്രവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴൊക്കെയും നമ്മൾ ആദിമ അനുഭവങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പോസ്തല പ്രവൃത്തിയിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. ദൈവസഭ എങ്ങനെ അതിനെ അഭിമുഖീകരിച്ചു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രചോദനം, ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ദൈവത്താൽ വിളിച്ചു ചേർത്ത് വേർതിരിക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനം എങ്ങനെ അവർ ആ സാഹചര്യങ്ങളെയൊക്കെ അതിജീവിച്ചു, എങ്ങനെ ആ പ്രതിബന്ധങ്ങളെയൊക്കെ മറികടക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് ഇന്ന് ഭൂമിയിലായിരിക്കുന്ന ദൈവസഭയ്ക്ക് വളരെ, അല്ലെങ്കിൽ എല്ലാ കാലത്തുമുള്ള ദൈവസഭയ്ക്ക് അതൊരു വലിയ പ്രചോദനമാണ്. അതാണ് അപ്പോസ്തല പ്രവൃത്തിയുടെ രണ്ടാമത്തെ വലിയ പ്രാധാന്യമായി നമുക്ക് ഈ പുസ്തകത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നത്. വേദപണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ധാരാളം അഭിപ്രായങ്ങളുണ്ട്. ചിലത് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ജോൺ കാൽവിൻ എന്ന് പറയുന്ന ആൾ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് വാസ്റ്റ് ട്രഷർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഒരു വലിയ ട്രഷറാണ്, ഒരു വലിയ നിധിയാണ്. അതിൻ്റെ കാരണം എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, ഓരോ നൂറ്റാണ്ടിലും ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ജീവിച്ചിരുന്ന ദൈവസഭകൾ, ദൈവമക്കൾ എന്ത് ചെയ്യുന്നു? അവരെപ്പോഴും കമ്പയർ ചെയ്യുന്നത് ഒന്നാം നൂറ്റാണ്ടിലെ സഭയുമായിട്ടാണ്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ദൈവവചനത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആദിമസഭയുടെ അനുഭവങ്ങളുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ആദ്യ നൂറ്റാണ്ടിലെ സഭയുമായിട്ടാണ്. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ, എല്ലാം ഒന്നും അതേ നിലയിൽ തന്നെ നമുക്കറിയാം. കാലഘട്ടം മാറി, സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട്. എന്നാൽ പൊതുവിൽ ചില കാര്യങ്ങൾ നമുക്ക് അവയിൽ നിന്ന് സ്വീകരിക്കാൻ കഴിയുന്നുണ്ട്. എല്ലാവരും ഇൻവോൾവ് ആകുന്നു. അപ്പോൾ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രവൃത്തി, വല്ലപ്പോഴും അല്ല, തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രവൃത്തി, എല്ലാവരും ഇൻവോൾവ് ആയിരിക്കുന്നു. ഈ രണ്ട് പ്രധാന ഘടകങ്ങളാണ് സുവിശേഷീകരണത്തിൽ ആദിമസഭ നൽകുന്ന ഒരു വലിയ മാതൃക, പഠനം എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കുണ്ടായിരുന്ന ആ വലിയ പ്രോത്സാഹനം, അല്ലെങ്കിൽ അവരുടെ ആ എന്തൂസിയാസം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും പ്രചോദനം നൽകുന്നതാണ്, നമുക്കെപ്പോഴും ഒരു വെല്ലുവിളിയാണ്. മറ്റൊന്ന്, ആദിമസഭയ്ക്കുണ്ടായിരുന്ന ദർശനം, വിഷൻ എന്ന് പറയുന്ന ഒന്ന് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിൽ കാണുന്നുണ്ട്. ദൈവം അവർക്ക് നൽകിയ ഒരു കാഴ്ചപ്പാട് എന്തായിരുന്നു? ആദിമ സഭയിൽ ഉണ്ടായിരുന്നവർക്ക് ദൈവം നൽകിയ കാഴ്ചപ്പാട്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവർക്ക് നൽകിയ കാഴ്ചപ്പാട് എന്താണ്? അത് ജീവിതത്തെക്കുറിച്ചുണ്ട്, അവരുടെ ഭാവിയെക്കുറിച്ചുള്ള, അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ചൊക്കെയുള്ള ആ കാഴ്ചപ്പാടിനെ കുറിച്ച് നമുക്ക് പ്രചോദനം നൽകുന്ന ഒരു പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തികൾ. മറ്റൊന്ന്, ആദിമസഭയിൽ അംഗങ്ങളായിരുന്നവർ, ഈ സുവിശേഷത്തിൻ്റെ വാഹകരായിരുന്നവരെല്ലാം സാധാരണക്കാരായ ജനങ്ങളിൽ അസാധാരണമായ ദൈവപ്രവൃത്തിക്കായിട്ട് ദൈവം അവരെ ശക്തീകരിച്ചെന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിന് നിദാനമായി നിന്ന ദൈവശക്തി, അവരെ വഴി നടത്തിയ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഉള്ള ആ ചരിത്രങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഏതൊരു ദൈവവൈദ്യനും, ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്ന ദൈവമക്കൾക്കും അത് വളരെ പ്രചോദനം നൽകുന്ന ഒന്ന് തന്നെയാണ്. ഇങ്ങനെ പൊതുവായ ചില കാര്യങ്ങൾ, അക്ഷരികമായി അന്നത്തെ കാലഘട്ടത്തിൽ അവർ സ്വീകരിച്ച കാര്യങ്ങളെല്ലാം അതേപടി സ്വീകരിക്കാൻ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. ചില കാര്യങ്ങളിൽ നമുക്ക് അതേ ആ കാലഘട്ടങ്ങളുമായി അല്ലെങ്കിൽ അന്നത്തെ സംസ്കാര രീതികളുമായിട്ടൊക്കെ നമുക്ക് ചേർന്ന് പോകാൻ ബുദ്ധിമുട്ടുള്ള പല കാര്യങ്ങളുണ്ട്. നമ്മൾ പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ പൊതുവായ ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് ലഭിച്ച ആത്മീയ ബലം, അല്ലെങ്കിൽ അവർക്ക് ലഭിച്ച ആത്മധൈര്യം, അവരുടെ സുവിശേഷീകരണത്തിന് വേണ്ടിയുള്ള ഉത്സാഹം, അവർക്ക് ലഭിച്ച ജീവിതത്തെക്കുറിച്ച് അവർക്ക് ലഭിച്ച കാഴ്ചപ്പാട് അല്ലെങ്കിൽ ദർശനം, അവരിൽ വ്യാപരിച്ച ദൈവശക്തി, ഈ വക കാര്യങ്ങളെല്ലാം ഈ നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ ഏത് നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ദൈവമക്കൾക്കും അതൊരു വലിയ മാതൃകയാണ്, എപ്പോഴും നമുക്ക് പ്രചോദനം നൽകുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിലേക്ക് നാം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും തിരികെയും ആ വചനം നമുക്ക് അനുഗ്രഹമായി തീരുന്നു. എന്നാൽ ദൈവസഭയിൽ പലപ്പോഴും നമുക്ക് പറ്റുന്നൊരു തെറ്റ് എന്ന് പറയും, നമ്മൾ യാഥാർത്ഥ്യങ്ങളായി കാണുക. നമുക്കറിയാം, അന്നും സഭകളിൽ എന്തുണ്ട്?
അവർ പ്രതിസന്ധികളെ നേരിട്ടു. ഈ പറയുന്ന കാര്യങ്ങൾ പോസിറ്റീവായിട്ട് അവരിൽ നിന്ന് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ അവരിലുണ്ടായിരുന്ന ഏത് കാലഘട്ടങ്ങളിലും സഭയ്ക്കുണ്ടാകുന്ന പരാജയങ്ങളെക്കുറിച്ചും നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി മാത്രമല്ല, നമ്മൾ ഈ ലേഖനങ്ങളൊക്കെ പഠിച്ചപ്പോഴും നമുക്കത് കാണുവാൻ കഴിയും. പ്രധാനമായിട്ടും ആദിമ സഭയുടെ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിന് ശേഷമുള്ള ആദ്യത്തെ 30 years, ആദ്യത്തെ 30 വർഷത്തെ ചരിത്രമാണ് അപ്പോസ്തല പ്രവൃത്തികളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അപ്പോസ്റ്റൽസ് ആണ്, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അനുയായികളാണ്. അവരുടെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിൽ പ്രധാനമായി 3 പ്രധാന കാര്യങ്ങൾ അത് ആദിമസഭയിൽ ഉടനീളം ഉണ്ടായിരുന്നു എന്ന് കാണുവാൻ കഴിയും. അതിനെ അവര് എങ്ങനെ നേരിട്ടു, അതിനോട് അവരെങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതും വളരെ പ്രാധാന്യമാണ്. അപ്പോൾ നമ്മൾ സാധാരണയായി പറയും ആദിമ നൂറ്റാണ്ടിലെ അനുഭവം പോലെ എന്ന് നമ്മൾ പറയുമ്പോൾ ആ നല്ല കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതും. എന്നാൽ നമുക്കറിയാം അത് മാത്രമല്ലായിരുന്നു. ആദിമസഭയും പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച സഭയായിരുന്നു. അപ്പോസ്തല പ്രവൃത്തിയുടെ ആദ്യ താളുകളിൽ തന്നെ കപടഭക്തിയെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് വരുമ്പോൾ അധാർമികതയെക്കുറിച്ച് നമ്മൾ കാണുന്നു. പിന്നീട് വരുമ്പോൾ ദുരുപദേശത്തെക്കുറിച്ച് കാണുന്നു. ഈ 3 കാര്യങ്ങളും ആദിമസഭയിൽ വളരെ അവർ നേരിട്ട വലിയ വിപത്താണ്. അന്നു മുതലേ ദൈവസഭയെ കാർന്നു തിന്നുവാൻ വന്ന 3 പ്രധാന വിപത്തുകളെ സംക്ഷിപ്തമായിട്ട് ഞാൻ പറഞ്ഞതാണ്. നമ്മൾ ലേഖനങ്ങളെല്ലാം പഠിച്ചാൽ ഈ 3 ഹെഡിങ്ങിൽ അതെല്ലാം വരും. കപടഭക്തി, 2 ഞാൻ പറഞ്ഞു അധാർമികത, ലോകമായി ഇഴുകിച്ചേർന്ന് പോകുന്ന അവസ്ഥ അന്നുമുണ്ട് ഇന്നുമുണ്ട്. 3 ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ള ഉപദേശങ്ങൾ. ഇത് 3ഉം തുടങ്ങുന്നത് അപ്പോസ്തല പ്രവൃത്തിയിൽ തന്നെയാണ്. പിന്നീടാണ് ലേഖനങ്ങളിലൊക്കെ നമുക്ക് അതിനെക്കുറിച്ച്. അപ്പോൾ എങ്ങനെയാണ് ദൈവസഭ അതിനോട് പ്രതികരിച്ചത്? അത് നമുക്ക് ഇന്ന് ജീവിക്കുന്ന നമുക്കും അത് വളരെ പ്രോത്സാഹനം നൽകുന്നതാണ്. അല്ലെങ്കിൽ അതിനെ ജയിക്കുവാൻ, അല്ലെങ്കിൽ അതിനെ എങ്ങനെ അതിനോട് നമ്മൾ പ്രതികരിക്കണമെന്നുള്ളതിന് വളരെ സഹായകരമായൊരു പുസ്തകമാണ് ഈ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ. ഇതൊക്കെയാണെങ്കിലും ഈ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ പഠിക്കുമ്പോൾ അതിലേറ്റവും നമുക്ക് ഒന്ന് ഫോക്കസ് ചെയ്ത് ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് കർത്താവിൻ്റെ സാക്ഷികളായി അവരെങ്ങനെ മാറി എന്നുള്ളതാണ്. 1-ാം അധ്യായം 8-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി അവരുടെ മേൽ വന്നപ്പോൾ അവർ കർത്താവിൻ്റെ സാക്ഷികളായി മാറി. പ്രതിബന്ധങ്ങളുണ്ടായിരുന്നു, അവരുടെ ഇടയിൽ തന്നെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, പുറത്തു നിന്നുള്ള പ്രതിബന്ധങ്ങളുണ്ടായിരുന്നു. ഇങ്ങനെ 2-3 വിധത്തിൽ ഞാനിതിനു മുമ്പ് അത് ഒരു പ്രാവശ്യം ഞാൻ ഓർപ്പിച്ചിട്ടുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 2-3 വിധത്തിലാണ് ആദിമസഭയെ അതേ ശിഥിലമാക്കുവാനായിട്ട് ശ്രമിക്കുന്ന ശക്തികളെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒന്ന്, അന്നത്തെ അധികാരികൾ. നമുക്കറിയാം റോമൻ ഗവൺമെൻറ് പല വിധത്തിലുള്ള പീഡകൾ അഴിച്ചുവിട്ട് സഭയെ ഉപദ്രവിക്കുവാനായിട്ട് ആരംഭിച്ചു. എന്നാൽ അവിടെയൊന്നും അവർ പതറിയില്ല. അവർ കൂടുതൽ ശക്തരായി ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 2, നമുക്ക് കാണുവാൻ കഴിയുന്നത് അധാർമികത. ജനങ്ങളുടെ ഇടയിൽ തന്നെ അധാർമികത കടത്തിവിട്ട് അവരെ ബലഹീനരാക്കാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവിടെയും അവരതിനെ ജയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ അതിനനുസരിച്ച് തീരുമാനങ്ങൾ കൈക്കൊണ്ട് ദൈവസഭ മുന്നോട്ട് പോകുന്നു. 3-ാമതായിട്ട് നമ്മൾ കാണുന്നത് അപ്പോസ്തലന്മാരുടെ ഏകാഗ്രത, ഡിസ്ട്രാക്ഷൻ എന്ന് പറയും. ദൈവം ഏൽപ്പിച്ച ദൗത്യങ്ങളിൽ നിന്ന് ദൈവജനം പിന്തിരിയുമ്പോൾ നമ്മൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവസന്നിധി നമ്മൾ അകന്നു പോവുകയാണ്. 6-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ പിറുപിറുപ്പുണ്ടാകുന്നു, പ്രയാസങ്ങളുണ്ടാകുന്നു. പക്ഷെ അപ്പോസ്തലന്മാർ പറയുന്നൊരു കാര്യമുണ്ട്. ദൈവം ഞങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷ വിട്ട് ഞങ്ങൾ മറ്റൊന്നിലേക്ക് തിരിയുമ്പോൾ ഡിസ്ട്രാക്ഷൻ എന്ന് പറയും. അവിടെ അത് പിശാചിൻ്റെ ഒരു തന്ത്രമായിട്ട് അവർ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുന്നു? അതിനുചിതമായ തീരുമാനങ്ങൾ കൈക്കൊണ്ടവരെ മുന്നോട്ട് പോവുകയാണ്. ഇങ്ങനെ 2-3 വിധത്തിൽ ആദിമസഭ നേരിട്ട വലിയ വിപത്തിനെ അവരെങ്ങനെ വിജയിച്ചു എന്നുള്ളത് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുകയാണ്. ഇതെല്ലാം എല്ലാ കാലഘട്ടത്തിലും നിലകൊള്ളുന്ന സഭയ്ക്ക് ഒരു പാഠമാണ്. നമുക്കത് പ്രചോദനം നൽകുന്നതാണ്, നമ്മെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതാണെന്ന് ഞാൻ പറയാതെ തന്നെ ദൈവമക്കൾക്കറിയാം. അപ്പം അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തികൾ നമ്മുടെ നിരന്തരമായുള്ള പഠനത്തിൽ നമ്മൾ അത് ഉൾപ്പെടുത്തുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞാൽ ഈ എതിർപ്പുകളെല്ലാം ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ 3 എതിർപ്പുകൾ സാധാരണ സംക്ഷിപ്തമായിട്ട് ഇങ്ങനെ പറയാറുണ്ട്.
ഒന്ന്, അവരെ തകർക്കുവാനായിട്ട് ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ പുറമേയുള്ള ശക്തികളിൽ കൂടെ. രണ്ട്, അവരെ ഡിസ്ട്രാക്ഷൻ, ഡിഫൈൽമെൻറ്റ് ആൻഡ് ഡിസ്ട്രക്ഷൻ എന്നാണ് സാധാരണ പറയുന്നത്. ഒന്ന്, അവരെ പുറമേ നിന്ന് തകർക്കുവാൻ ശ്രമിക്കുന്നു. രണ്ട്, അവരുടെ ശ്രദ്ധയെ തിരിച്ച് അവരവരുടെ ദൗത്യങ്ങളിൽ നിന്ന് മറ്റു കാര്യങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധയെ മാറ്റിയാൽ അവർ അശക്തരായി തീരും എന്ന് മനസ്സിലാക്കി അങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ ഇടയിലേക്ക് വരുന്നു. മൂന്ന്, അവരെ ഡിഫൈൽമെൻറ്റ്. ദൈവസഭ ഒരുമിച്ച് വിശുദ്ധിയിൽ നിലകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവർ ശക്തരാണെന്നറിഞ്ഞിട്ട് അവരുടെ ഇടയിൽ തന്നെ അധാർമികതയുടെ വേരുകൾ മുളയ്ക്കുന്ന കാഴ്ച നമുക്ക് ആദിമസഭയിൽ കാണുവാൻ കഴിയുന്നു. അപ്പം ഇങ്ങനെ മൂന്ന് നിലയിലുള്ള പ്രതിബന്ധങ്ങളാണ് വന്നുകൊണ്ടിരുന്നത്. എന്നാൽ അതിനെയെല്ലാം ജയിച്ച്, ഞാൻ പറഞ്ഞല്ലോ, യെരുശലേമിൽ നിന്ന് അന്നത്തെ റോമൻ വേൾഡിൻ്റെ അല്ലെങ്കിൽ റോമൻ ക്യാപിറ്റലായ അല്ലെങ്കിൽ റോമൻ എംപയറിൻ്റെ ക്യാപിറ്റൽ സിറ്റി വരെയും വ്യാപിച്ച അനുഗ്രഹീതമായ സുവിശേഷീകരണത്തിന് സാക്ഷ്യം വഹിച്ച ഒരു ചരിത്രമാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നമുക്കറിയാം, കർത്താവിനെ സാക്ഷിക്കുന്നതിന് പരിശുദ്ധാത്മാവിനാൽ നിർബന്ധിതമായ ഒരു കൂട്ടം. എന്തെല്ലാം എതിർപ്പുകൾ വന്നാലും കർത്താവിൻ്റെ സാക്ഷികളായി നിൽക്കണം. യേശുവിനെ അവരനുഭവിച്ച ഈ ആത്മരക്ഷ, ഈ സന്തോഷം മറ്റുള്ളവരിലേക്ക് പകരുവാനായിട്ട് പരിശുദ്ധാത്മാവിനാൽ നിർബന്ധിതമായൊരു കൂട്ടം. ഇതാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തിയിലെ പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത്. അങ്ങനെ ഒരു സമൂഹമായിട്ട് ദൈവസഭ നിലനിൽക്കുന്നു. എതിർപ്പുകളെല്ലാം അതിജീവിച്ച് ദൈവം അവരെ ഏൽപ്പിച്ച ദൗത്യത്തിൽ അവർ വിജയാളികളായിത്തീരുന്നു എന്നത് ഒരുപക്ഷെ എന്നത്തെക്കാളും ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രചോദനം നൽകേണ്ട ഒരു കാര്യം തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഈ പുസ്തകത്തിൻ്റെ പഠനം നമ്മെ കൂടുതൽ ദൈവസന്നിധിയിൽ വിനയമുള്ളവരാക്കി തീർക്കുവാനും ദൈവിക ദൗത്യത്തിൽ ഒന്നുകൂടെ ശക്തരായി നിൽപ്പാനും നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ അപ്പോസ്തലന്മാരുടെ പുസ്തകം അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ എന്ന ഈ പുസ്തകത്തിൽ ഒരു ആമുഖമായിട്ട് ചില കാര്യങ്ങൾ ഓർപ്പിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അതിൻ്റെ 1-2 വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ ആ ആ ആ ആ ആ അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ മതി. നമ്മൾ ബുക്കിലേക്ക് ദൈവം വെച്ചാൽ അടുത്ത ക്ലാസ് മുതൽ കയറുവാനാണ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ആമുഖമായി ചില കാര്യം. അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ ആരാണെന്ന് അവനെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിനെ കുറിച്ചാണ്, യേശുക്രിസ്തുവിനെ കുറിച്ച്. അപ്പൊ യേശുക്രിസ്തു ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ ഒരു തുടക്കം. മറ്റ് ഇതര മതങ്ങളിൽ നിന്ന് ക്രിസ്തീയ മതത്തിൻ്റെ അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ കാണുന്നത്, നമുക്കറിയാം, ഓരോ കാലഘട്ടങ്ങളിലും ജീവിച്ചിരുന്ന ഗുരുക്കന്മാർ, മതസ്ഥാപകന്മാർ, അവർ ജീവിച്ചിരുന്ന കാലഘട്ടം അവരുടെ പ്രവൃത്തി ചെയ്ത് അവസാനിപ്പിച്ച് അവർ കടന്നുപോയി. നാം വിശ്വസിക്കുന്ന നമ്മുടെ അരുമനാഥനായ കർത്താവ് തൻ്റെ ഐഹിക ജീവകാലത്ത് അല്ലെങ്കിൽ ചരിത്ര പുരുഷനായ അല്ലെങ്കിൽ ചരിത്രത്തിലെ ക്രിസ്തു എന്ന് പറയുന്നത് തൻ്റെ ശുശ്രൂഷ ഈ ഭൂമിയിൽ ആരംഭിച്ചു. എന്നാൽ മഹത്വപൂർണനായ ക്രിസ്തു ഇന്നും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? തൻ്റെ പ്രവൃത്തി തൻ്റെ ആത്മാവിനാൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, താൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങി വെച്ചതേ ഉള്ളൂ. യേശുക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് ഇവിടെ വന്ന് നിശ്ചയമായിട്ടും നമ്മെ പിതാവിനോട് നിരപ്പിക്കുവാനായിട്ട് ചെയ്ത ആ ശുശ്രൂഷ തൻ്റെ ഈ ലോക ജീവിതകാലം കൊണ്ട് തീർത്ത് സ്വർഗത്തിലേക്ക് കരേറിപ്പോയി. എന്നാൽ തുടർന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്, അവിടെ ചെന്ന് കർത്താവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ഇന്നും ദൈവം തൻ്റെ ആത്മാവിനാൽ തൻ്റെ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതിന് സാക്ഷികളാണ് ഞാനും നിങ്ങളും. ഇന്നും ലോകം ആ വലിയ പ്രവൃത്തി കണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്നും ആ രക്ഷണീയ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ആ പ്രവൃത്തിയുടെ തുടർ ചരിത്രമായിട്ടാണ് അപ്പോസ്തല പ്രവൃത്തി രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഈ ബുക്കിനെ കുറിച്ച് പഠിക്കുമ്പോൾ വാസ്തവത്തിൽ ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം ഒരു പ്രത്യേക പുസ്തകമായി എഴുതപ്പെട്ടതല്ല എന്ന് മനസ്സിലാക്കണം. ഒരു പുസ്തകത്തിൻ്റെ 2ാമത്തെ വാല്യമാണ്, ഒരു പുസ്തകത്തിൻ്റെ 2nd വോളിയമാണ്. ഏതാണ് ആദ്യത്തെ പുസ്തകം? ഇപ്പൊ നമ്മൾ വായിച്ചതിനകത്ത്
തെയോഫിലോസേ, ഞാൻ എഴുതിയ ആരാ ഞാൻ? ലൂക്കോസ്. കറക്റ്റ്. അപ്പൊ ലൂക്കോസ് എഴുതിയ ഒരു പുസ്തകത്തിന്റെ രണ്ടാമത്തെ വാല്യമാണ് ഏത്? അപ്പോസ്തല പ്രവൃത്തികൾ. നമുക്ക് എഴുത്തുകാരനിലേക്ക് വരുന്നുണ്ട്. എഴുത്തുകാരൻ എന്നുള്ളത് നമ്മളൊരു പുസ്തകം പഠിക്കുമ്പോൾ സാധാരണയായി എഴുതപ്പെട്ട കാലഘട്ടം, പുസ്തകം, ഇതൊക്കെ എഴുത്തുകാരൻ, അതിൻ്റെ കാലഘട്ടം, ഇതൊക്കെ ഒന്നുകൂടെ നമ്മളൊന്ന് റിമൈൻഡ് ചെയ്യാറുണ്ട്, പഠിക്കാറുണ്ട്. നല്ലതാണ്. എഴുത്തുകാരനിലേക്ക് വരുന്നുണ്ട്. എന്നാലും ഇന്ന് അതിൻ്റെ ആമുഖമായി ചില. അപ്പോൾ ഒരു പുസ്തകം ലൂക്കോസ് എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ 2 വാല്യങ്ങളായിട്ടാണ് നമുക്ക് ഇതിനെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. മറ്റൊരു കാര്യം ഇതിനെക്കുറിച്ച് ഓർപ്പിക്കാനുള്ളത്, ഞാൻ പറഞ്ഞല്ലോ, ഈ പുസ്തകം ആദിമസഭ അതിൻ്റെ ക്രമാനുഗതമായ വളർച്ച യെരുശലേം മുതൽ അന്നത്തെ റോമാ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന റോം വരെയുള്ള, അല്ലെങ്കിൽ അവിടം വരെയും സുവിശേഷം വ്യാപിച്ച് സഭ വേരുറച്ചതായ ചരിത്രമാണ് നമുക്കിതിൽ കാണുവാൻ കഴിയുന്നത്. ഇതിനുള്ളിൽ ക്രിസ്തുവിലൂടെയുള്ള രക്ഷ, ദൈവസഭയുടെ ലക്ഷണങ്ങൾ എന്താണ്, ആദിമസഭയുടെ ലക്ഷണങ്ങൾ എന്തായിരുന്നു. ഇനി നമുക്കറിയാം, അന്നാണ് ഏറ്റവും കൂടുതൽ പ്രത്യയ ശാസ്ത്രങ്ങളുള്ളൊരു കാലഘട്ടമായിരുന്നു. പ്രത്യയ ശാസ്ത്രങ്ങൾ അല്ലെങ്കിൽ ഫിലോസഫികൾ ഉണ്ടായിരുന്നു. ആ പ്രത്യയ ശാസ്ത്രങ്ങളോടും അന്നുണ്ടായിരുന്ന തത്വശാസ്ത്രങ്ങളോടും എങ്ങനെയാണ് സഭ പ്രതികരിച്ചതെന്ന് നമുക്ക് ഈ അപ്പോസ്തല പ്രവൃത്തി കാണുവാൻ കഴിയുന്നുണ്ട്. വിവിധ സംസ്കാരങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സുവിശേഷം വ്യാപിച്ചു എന്ന് പറയുമ്പോൾ അതത്ര എളുപ്പമല്ല. പല സംസ്കാരങ്ങൾ കടന്നാണത് പോയത്. അപ്പോൾ ആ സംസ്കാരങ്ങളുമായിട്ട് എങ്ങനെ ദൈവമക്കൾ അല്ലെങ്കിൽ സുവിശേഷം എങ്ങനെ അതിനോട് പ്രതികരിച്ചു, സഭ എങ്ങനെ അതിനോട് പ്രതികരിച്ചു. സുവിശേഷ പ്രഘോഷണത്തിൽ പല മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ സുവിശേഷ പ്രഘോഷണ യജ്ഞത്തിൽ എന്തെല്ലാം ഉപാധികൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആദിമസഭ സ്വീകരിച്ച നയങ്ങൾ എന്തൊക്കെയായിരുന്നു, സ്ട്രാറ്റജികൾ എന്തൊക്കെയായിരുന്നു എന്ന് വളരെ മനോഹരമായിട്ട് ഈ പ്രവൃത്തിയുടെ പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് എല്ലാ കാലത്തും ഈ യജ്ഞത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ പ്രചോദനം നൽകുന്നതാണ്. ഇതെല്ലാമാണ് നമുക്കിതിനകത്ത്. മറ്റൊന്ന് ഞാൻ പറഞ്ഞല്ലോ, സാമൂഹികമായ, സാംസ്കാരികമായ, സാമ്പത്തികമായ കാര്യങ്ങളിൽ, ബന്ധങ്ങളിൽ സഭ എങ്ങനെ സാക്ഷ്യം വഹിച്ചു, സഭ എങ്ങനെയാണ് അതിനെ അഭിമുഖീകരിച്ചത്, ഇതെല്ലാം ഈ അപ്പോസ്തല പ്രവൃത്തികളിലെ പഠന വിഷയമാണ്. ഒരു പുസ്തകത്തിൻ്റെ 2 വാല്യങ്ങൾ ഞാൻ പറഞ്ഞു. നമ്മളത് ഒന്നുകൂടെ തെളിവായിട്ട് പറഞ്ഞാൽ, ലൂക്കോസിൻ്റെ സുവിശേഷം അവസാനിക്കുന്നത് നമുക്കറിയാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വർഗ്ഗാരോഹണത്തോട് ബന്ധപ്പെട്ടാണ് അത് അവസാനിക്കുന്നത്. ഇവിടെ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് നമ്മൾ ആ ലൂക്കോസിൻ്റെ സുവിശേഷം അവസാന വാക്യം വായിച്ചിട്ട് ഈ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ ആദ്യത്തെ പുസ്തകം ആദ്യ വാക്യം വായിച്ചാൽ ഒരു തുടർച്ചയായിട്ട് നമുക്കത് ഫീൽ ചെയ്യും. അത് വളരെ വ്യക്തമാണ്. അപ്പം എവിടെയാണോ സുവിശേഷം എഴുതി, ഒരു ചരിത്രം എഴുതി അവസാനിപ്പിച്ചത്, അതിൻ്റെ തുടർച്ചയാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. വാസ്തവത്തിൽ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിന് ശേഷമുള്ള ഒരു തലമുറയെക്കുറിച്ച് നമുക്ക് കിട്ടുന്നൊരറിവ് അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്നാണ്. കർത്താവ് ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റതിന് ശേഷമുള്ള ഇമ്മീഡിയറ്റ് ജനറേഷൻ അവരെങ്ങനായിരുന്നു, അല്ലെങ്കിൽ അപ്പോസ്തോലിക കാലത്തെ വിശ്വാസികൾ അവരെങ്ങനായിരുന്നു. അപ്പോൾ അവരെക്കുറിച്ച്, അവരുടെ അനുഭവങ്ങളെക്കുറിച്ചൊക്കെ അറിവ് നൽകുന്ന ഒരു ഗ്രന്ഥം. ഇതെല്ലാമാണ് വാസ്തവത്തിൽ അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ പേര്, ഈ പുസ്തകത്തിൻ്റെ പേരിനെ കുറിച്ച് 1-2 കാര്യങ്ങളിലൂടെ വേഗം ഒന്ന് ഓർപ്പിക്കാം. എന്താണ് ഈ പുസ്തകത്തിൻ്റെ പേര്? അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ എന്നാണ് ശരിയായ പേര്. പക്ഷേ ഞങ്ങൾ പ്രസംഗിക്കുമ്പോഴും നമ്മൾ പറയുമ്പോഴും നമ്മൾ കേൾക്കുമ്പോഴും ഒക്കെ പല പേരുകൾ കേൾക്കാറുണ്ട്. പെട്ടെന്ന് എളുപ്പത്തിന് നമ്മൾ പ്രവൃത്തിയുടെ പുസ്തകത്തിൽ നിന്ന് നമുക്കൊരു വചനം ധ്യാനിക്കാമെന്ന് പറയാറുണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ലേ? പ്രവൃത്തിയുടെ പുസ്തകം. പിന്നെ അപ്പോസ്തോല പ്രവൃത്തികളെന്ന് പറയാറുണ്ടല്ലേ? അപ്പോസ്തോല പ്രവൃത്തികളെന്ന് പറയാറുണ്ട്. പക്ഷേ അതിൻ്റെ തലക്കെട്ടിൽ കൊടുത്തിരിക്കുന്നത് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളെന്നാണ് ആ പുസ്തകത്തിൻ്റെ നമുക്ക് ലഭിച്ചിരിക്കുന്ന പേര്. അപ്പോൾ ഈ പേരിൻ്റെ ഒരു ചരിത്രമുണ്ട്. നിശ്ചയമായിട്ട് ഈ പേരുകളൊക്കെ വരുന്നത് നമുക്കറിയാം കയ്യെഴുത്ത് പ്രതികളിൽ നിന്നാണ്.
നമുക്കറിയാം, ഏത് സുവിശേഷമായിരുന്നാലും വചന ഭാഗങ്ങളൊക്കെ ആയിരുന്നാലും അത് ആദ്യം എഴുതപ്പെട്ട് കൈയെഴുത്ത് പ്രതികളിൽ നിന്നാണ് ഇതിൻ്റെ പേരുകളൊക്കെ നമുക്ക് പിന്നീട് ലഭിച്ചത്. അതിന് പിൽക്കാലത്ത് ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുമുണ്ട്, ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുമുണ്ട്. ഈ പ്രവൃത്തികളുടെ പുസ്തകം, ബുക്ക് ഓഫ് ആക്സ് എന്ന് ഇതിനെ പറയാറുണ്ട്. ബുക്ക് ഓഫ് ആക്സ്, പ്രവൃത്തികളുടെ പുസ്തകം എന്ന് ഇതിനെക്കുറിച്ച് പറയാറുണ്ട്. അതിന് കാരണമെന്ന് പറയുന്നത് 4-ാം നൂറ്റാണ്ടിലെ ഒരു കയ്യെഴുത്ത് പ്രതിയിൽ നിന്ന്, കോഡെക്സ് സൈനാറ്റിക്കസ് എന്ന് പറയുന്ന ഒരു കയ്യെഴുത്ത് പ്രതിയിൽ നിന്നാണ് പ്രാക്സിസ് എന്ന് പറയുന്നൊരു പദമാണ് ഇതിന് കൊടുത്തത്. പ്രാക്സിസ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു ഹെഡിങ് ആയിരുന്നു അതിനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പിന്നീട് അത് ഇംഗ്ലീഷിൽ വന്നപ്പോൾ ബുക്ക് ഓഫ് ആക്സ്, പ്രവൃത്തികളുടെ പുസ്തകം. അത് ഇന്നും പലരും ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ബുക്ക് ഓഫ് ആക്സ് എന്ന് നമ്മൾ സിമ്പിളായിട്ട് പറയാറുണ്ട്. അത് ഇങ്ങനെ ഒരു ചരിത്രം അതിന് ചുമ്മാ വന്നതല്ല, ഇങ്ങനെ ഒരു ചരിത്രം അതിന് ആ ഒരു കയ്യെഴുത്ത് പ്രതി, പഴയ ഒരു കയ്യെഴുത്ത് പ്രതിയിൽ അങ്ങനെ ഒരു ആക്സ് എന്നുള്ള അല്ലെങ്കിൽ പ്രവൃത്തികൾ, പ്രാക്സിസ് എന്ന് പറയുന്ന ഒരു ഹെഡിങ് അതിനുണ്ടായിരുന്നതുകൊണ്ടാണ് അങ്ങനെ വന്നത്. എന്നാൽ നമുക്കറിയാം, കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഈ ബുക്ക് ഓഫ് ആക്സ് എന്ന് പറയുമ്പോൾ പ്രവൃത്തികളുടെ പുസ്തകം എന്ന് പറയുമ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു എന്താ പറയണ്ടേ, ആരുടെ പ്രവൃത്തികളാണെന്ന് അതിൽ നിന്നൊരു മീനിങ് വരുന്നില്ല. അതുമാത്രമല്ല, അപ്പോക്രിഫ ബുക്സ് നമുക്കറിയാം, അതിന് ശേഷം ഉടലെടുത്ത 1, 2, 3 നൂറ്റാണ്ടിലൊക്കെ എടുത്ത കാനോനിക്കൽ ബൈബിളിൽ ഇല്ലാത്ത അപ്പോക്രിഫ ബുക്കുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില ബുക്കുകളുടെ പേരാണ് 2-ാം നൂറ്റാണ്ടിൽ ഉടലെടുത്ത ആക്സ് ഓഫ് ജോൺ, ആക്സ് ഓഫ് പോൾ ഉണ്ട്, ആക്സ് ഓഫ് പീറ്റർ ഉണ്ട്, ആക്സ് ഓഫ് ആൻഡ്രൂ ഉണ്ട്, ആക്സ് ഓഫ് തോമസ് ഉണ്ട്. അപ്പോൾ 2, 3 നൂറ്റാണ്ടിൽ ഉടലെടുത്ത ബുക്കുകളാണിതെല്ലാം. പക്ഷെ ഇതൊന്നും കാനോനിക്കൽ അല്ല, അല്ലെങ്കിൽ നമ്മുടെ വേദപുസ്തകത്തിന്റെ ഭാഗമായിട്ട് അത് വന്നില്ല എന്നേ ഉള്ളൂ. ഒരു പക്ഷേ അത് ആ അപ്പോസ്തലന്മാർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാനോ പല കാരണങ്ങൾ അതിന് പറയുന്നുണ്ട്, അത് മറ്റൊരു സ്റ്റഡിയാണ്. എന്നാൽ ഇവിടെ ബഹുവചനത്തിൽ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളെന്ന് കൊടുക്കാൻ തന്നെ കാരണം അത് കാനോനിക്കൽ ആയതുകൊണ്ടാണ്. നിങ്ങളുടെ ഒരു ചിന്തയ്ക്ക് വേണ്ടി, ഒരു പഠനത്തിന് വേണ്ടി ഞാനത് പറയുന്നതെന്നുള്ളൂ. ആ ബഹുവചന പ്രയോഗം തന്നെ വന്നത് വാസ്തവത്തിൽ ഇത് അംഗീകരിക്കപ്പെട്ട കാനോനിക്കൽ പുസ്തകങ്ങളിൽ ഉൾപ്പെട്ടതായതുകൊണ്ടാണ് ആ ബഹുവചനം അവിടെ വന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പം ഈ ബുക്ക് ഓഫ് ആക്സ് എന്ന് പറയുമ്പോൾ അതിനൊരു ബുദ്ധിമുട്ട് വന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന്, ആരുടെ പ്രവൃത്തിയാണെന്ന് ആ ഹെഡിങ് കൊണ്ട് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ അതിനൊരു സൂചനയില്ല. 2, ഞാൻ ഈ പറഞ്ഞ ബുക്കുകളിൽ നിന്ന് അതിനൊരു വേർതിരിവില്ല, വേർതിരിച്ച് കാണാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, 2-3 നൂറ്റാണ്ടിൽ വളരെ പ്രചരിച്ചിരുന്ന ബുക്കുകളാണ് ഞാൻ പറഞ്ഞത്. ആക്സ് ഓഫ് പോൾ, ആക്സ് ഓഫ് പീറ്റർ, ആക്സ് ഓഫ് തോമസ്, ആക്സ് ഓഫ് ആൻഡ്രൂ, ഇങ്ങനെയുള്ള പുസ്തകങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വേർതിരിച്ച് കാണാൻ കഴിയാതെ. അപ്പം അങ്ങനെ വന്നപ്പോൾ പിന്നീട് 2-ാം നൂറ്റാണ്ടിൽ, 2nd സെഞ്ച്വറിയിൽ തന്നെയാണ് ആക്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ്, നമ്മൾ ഇന്ന് കാണുന്ന ഈ പേര്, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ. ബുക്ക് ഓഫ് ആക്സ് എന്നുള്ളത് എന്തായി മാറി? ആക്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ്, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ എന്ന ഒരു പേരിലേക്ക് അത് മാറി. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിനകത്ത് എന്താ രേഖപ്പെടുത്തിയിരിക്കുന്നത്? അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളാണ്. ബുക്ക് ഓഫ് ആക്സ് എന്നുള്ളത് മാറി എന്തായി? ആക്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ആയി. എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലായി ഇതിനകത്ത് എന്താണ്? പ്രവൃത്തികളാണ് എഴുതിയിരിക്കുന്ന. ആരുടെ? അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി. ഇനി നമ്മളതിനാ ബുക്കിനകത്തോട്ട് കയറുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, ലൂക്കോസ് ആണല്ലോ എഴുത്തുകാരൻ. ലൂക്കോസ് അതിനെക്കുറിച്ച് അതിൻ്റെ 1 തൊട്ട് 8 വരെയുള്ള അധ്യായങ്ങളിൽ പത്രോസിനെ കുറിച്ച്, യോഹന്നാനെ കുറിച്ച്, ഓരോ അപ്പോസ്തലന്മാരെ കുറിച്ച്, അവരുടെ പ്രവൃത്തികളെ കുറിച്ചാണ് അല്ലേ. പത്രോസിനെ, യോഹന്നാനെ നമുക്ക് 1 മുതൽ 8 വരെ കാണാൻ കഴിയുന്നു. പിന്നെ പത്രോസിനെ മാത്രം നമുക്ക് 10, 11, 12 അധ്യായങ്ങളിൽ കാണുവാൻ കഴിയുന്നു. 15-ാം അധ്യായത്തിൽ വരുമ്പോൾ യെരുശലേം കൗൺസിലിന്റെ അധ്യക്ഷനായിട്ട് ആരെ കാണുന്നു? യാക്കോബിനെ കാണുവാൻ കഴിയുന്നു. അപ്പം ആരൊക്കെയായി? പത്രോസ്, യാക്കോബ്, യോഹന്നാന്. പിന്നെ 9-ാം അധ്യായം മുതൽ, അല്ലെങ്കിൽ 9-ാം അധ്യായത്തിലും പിന്നെ 13 തൊട്ട് 28 വരെയുള്ള അധ്യായങ്ങളിലും ആരാണ്? പൗലോസാണ്. അപ്പോൾ ശരിയാണ്, ഈ പേര് ഏറെക്കുറെ അനുയോജ്യമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഏതാണ്? ആക്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ്. എന്നാൽ അതിനും ഒരു പാഠഭേദം എന്ന നിലയിൽ ഒരു ചിന്തകൻ അതിനെക്കുറിച്ച് പറയുന്നത്, ഇത് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളെന്നാണ് പറയുന്നതെങ്കിലും ഒരു ചിന്തകൻ അതിനെക്കുറിച്ച് പറഞ്ഞ, യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരിൽ ശരിക്കും പറഞ്ഞാൽ 3 പേരുടെ പേര് മാത്രമേ ഇത് കാണുന്നുള്ളൂ. അതാരാണ്? ഇപ്പം നമ്മൾ പറഞ്ഞാരൊക്കെയാണ്? പത്രോസ്, യോഹന്നാന്, യാക്കോബ് അല്ലേ. അത് 1-2 വാചകങ്ങളിലേ ഉള്ളൂ. പത്രോസിൻ്റെ മാത്രം കുറേ സംക്ഷിപ്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്.
അല്ലെങ്കിൽ കുറച്ച് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മൾ ആ പുസ്തകം പഠിക്കുമ്പോൾ ആദ്യത്തെ ഒരു ഭാഗം അല്ലെങ്കിൽ ആദ്യത്തെ ഒരു പകുതിയിൽ മാത്രമേ പത്രോസ് ഉള്ളൂ, അല്ലേ? പിന്നെ ഞാൻ പറഞ്ഞു 13 തൊട്ട് 28 വരെയുള്ള അധ്യായങ്ങളിലും പൗലോസിനെ കുറിച്ചുള്ളൂ. യാക്കോബിനെ കുറിച്ചും യോഹന്നാനെ കുറിച്ചും പറഞ്ഞിരിക്കുന്ന വാക്യം അത് ഓർമ്മയുണ്ടോ? ആ 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ഒന്ന് വായിക്കാവോ? 12-ന്റെ 2. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ ഒറ്റ സെന്റൻസേ ഉള്ളൂ, ഒറ്റ സെന്റൻസ്. യോഹന്നാന്റെ പേരേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. യോഹന്നാൻ എന്ത് ചെയ്തെന്നോ പ്രവർത്തിച്ചെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. യോഹന്നാന്റെ പേരേ ഉള്ളൂ. യാക്കോബിനെ കുറിച്ച് യാക്കോബിനെ കൊന്നൊന്നും എഴുതിയിട്ടുണ്ട്. പത്രോസിനെ കുറിച്ച് ആദ്യത്തെ പകുതി വരെ എഴുതിയിട്ടുള്ളൂ, പിന്നെ അങ്ങോട്ട് പത്രോസും ഇല്ല. പ്രവചന ചിന്തകൻ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളെന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ അപ്പോസ്തലന്മാരുടെ 3 പേരുടെ, യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാർ 3 പേരുടെ മാത്രമേ ഇതിലുള്ളൂ. അതിൽ തന്നെ വളരെ 1-2 വാക്കുകളിൽ യാക്കോബിനെക്കുറിച്ചും യോഹന്നാനെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നു. പത്രോസിനെക്കുറിച്ച് അതിൻ്റെ പൂർവാർദ്ധത്തിൽ അല്ലെങ്കിൽ ആദ്യത്തെ ഭാഗം മാത്രമേ അതിൽ മാത്രം പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ പേരിനെക്കുറിച്ച് ഇങ്ങനെയുള്ള ചില ചിന്തകൾ പറയുന്നതേ ഉള്ളൂ. നമ്മൾ ആ കാര്യം ഒന്ന് ഓർത്തിരിക്കുക. അപ്പം നമുക്ക് തിരിച്ചു വരാം. ബുക്ക് ഓഫ് ആക്ട്സ് എന്നുള്ളത് എവിടം വരെയായി? അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ വരെയായി. അപ്പോൾ ഇതിനെക്കുറിച്ച് വീണ്ടും ഒരു പുനർവിചിന്തനം ഉണ്ടായി. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ സമ്മതിച്ചു. അങ്ങനെ വരുമ്പോൾ കുറെ കഴിഞ്ഞപ്പോൾ ജോഹാൻ ബെങ്കൽ എന്ന് പറയുന്നൊരു മനുഷ്യൻ, ഇവരെല്ലാം ബൈബിൾ പഠിതാക്കളാണ് അല്ലെങ്കിൽ ബൈബിൾ പണ്ഡിതരായ മനുഷ്യരാണ്. 18-ാം നൂറ്റാണ്ടിലും പിന്നെ അതിന് ശേഷമുള്ള 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വേദ ചിന്തകൻ പറഞ്ഞത്, ഇത് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ ആ ബുക്കിനോട് അത് നീതി പുലർത്തുന്നില്ല. അതിൻ്റെ കാരണം അത് കൂടുതൽ മനുഷ്യന് പ്രാധാന്യം നൽകുന്നു. വാസ്തവത്തിൽ അപ്പോസ്തലന്മാരുടെ പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങിയാൽ അതിനകത്ത് ആദ്യമേ തന്നെ നമ്മൾ കാണുന്നത് ദൈവം തൻ്റെ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനെ തൻ്റെ മക്കളിലേക്ക് അയച്ചു കൊടുക്കുന്നു. ആ പരിശുദ്ധാത്മാവ് ദൈവസഭയെ എങ്ങനെ നയിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന വിഷയം. ഈ പറയുന്ന മനുഷ്യരെല്ലാം എന്തേ ഉള്ളൂ? അതിൻ്റെ ഏജൻസാണ്. ആക്ടേഴ്സ് ആൻഡ് ഏജൻസ് എന്നാണ് പറയുന്നത്. ദൈവം ഉപയോഗിച്ച ഇൻസ്ട്രുമെന്റ്സ് ആണ്. ദൈവം ഉപയോഗിച്ച ആക്ടേഴ്സ് ആൻഡ് ഏജൻസ് ആണ്. അപ്പോൾ ആ പേര് കൂടുതൽ മാൻ സെൻറ്റേഡ് ആയിപ്പോയി. മനുഷ്യനാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ പേര് മാറ്റണം. ബെങ്കൽ എന്ന് പറയുന്ന ആളാണ് ആദ്യമായിട്ട് ഇതിനെ ദ ആക്ട്സ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് എന്നുള്ള പേര് കൊടുത്തു. കേട്ടിട്ടില്ലേ? അങ്ങനെ പറയുന്നത് കേട്ടില്ല? അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ എന്ന് പറയുന്നത് ദ ആക്ട്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആണ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ് എന്ന് ബെങ്കൽ എന്ന് പറയുന്ന ഒരാൾ ആ പദം നമുക്കറിയാം. ഇതിന്ന് ക്രിസ്തീയ കോളത്തിലെല്ലാം ഉപയോഗിക്കുന്ന പദമായതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു ചരിത്രം മനസ്സിലാക്കാൻ വേണ്ടി ഇതൊരു പഠനം കൂടെ ആയതുകൊണ്ട് ഓർപ്പിക്കുന്നതേ ഉള്ളൂ. ബെങ്കൽ എന്ന് പറയുന്ന ആളാണ് അത് കോയിൻ ചെയ്തത്, ആ പദം ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽ, ആക്ട്സ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്. എന്നാൽ ആർതർ പിയേഴ്സൺ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പിന്നീട് അതിനെക്കുറിച്ച് പറഞ്ഞത് കുറച്ചുകൂടെ വിശദീകരിച്ച് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, ഇംഗ്ലീഷിലാണത്. ഹിയർ ഹീ ഈസ് സീൻ കമ്മിങ് ആൻഡ് വർക്ക്. ഹിയർ ഹീ ഈസ് എന്ന് പറയുന്ന പരിശുദ്ധാത്മാവ് കമ്മിങ് ആൻഡ് വർക്കിംഗ്. ബട്ട് വൺ ട്രൂ ആക്ടർ ആൻഡ് ഏജന്റ് ഈസ് ഹിയർ റെക്കഗ്നൈസ്ഡ്. All other so-called actors or workers being merely his instruments, an agent being one who acts an instrument, being that through which he acts. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പുസ്തകം പഠിച്ചാൽ ഇവിടെ എല്ലാം പരിശുദ്ധാത്മാവ് ചില വ്യക്തികളെ ഉപകരണമായി ഉപയോഗിക്കുന്നു. പരിശുദ്ധാത്മാവാണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഈ പിയേഴ്സൺ എന്ന് പറയുന്ന വ്യക്തി പറയുന്നു. ഒരർത്ഥത്തിൽ നമ്മൾ ആ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. നിശ്ചയമായിട്ടും പരിശുദ്ധാത്മാവിനോട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം അപ്പോസ്തല പ്രവൃത്തിയിലാണ്. നിങ്ങളെൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണമെന്ന് പറയുന്നു. അത് നൽകപ്പെടുന്നത് അപ്പോസ്തല പ്രവൃത്തിയിലാണ്. അത് ശക്തിയോടെ ദൈവസഭയുടെ മേൽ വരുന്നതിനെക്കുറിച്ച് നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിലാണ് കാണുവാൻ കഴിയുന്നത്. പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ച്, നിറവിനെക്കുറിച്ച്, ശക്തിയെക്കുറിച്ച്, പരിശുദ്ധാത്മാവിൽ സാക്ഷിക്കുന്നതിനെക്കുറിച്ച്, പരിശുദ്ധാത്മാവ് അവരെ ഗൈഡ് ചെയ്യുന്നതിനെക്കുറിച്ച് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളാണ്. അപ്പോൾ ഇതെല്ലാം പോയിന്റ് ഔട്ട് ചെയ്തിട്ടുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്
ഇവിടെയെല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി, ആക്ട്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അപ്പോൾ പിന്നീട് വന്ന ചിന്തകർ അതിനെക്കുറിച്ച് പറഞ്ഞു. ജോൺ സ്റ്റോട്ട് എന്ന് പറയുന്ന ഒരു പുതിയ നിയമ വേദശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹം പറഞ്ഞത് നിശ്ചയമായിട്ടും ആർതർ പിയേഴ്സൺ പറഞ്ഞത് ശരിയാണ്. നമ്മൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എങ്ങനെ സഭയെ നയിച്ചു, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രോമിസ് തൊട്ട് അത് കൊടുക്കുന്നതും അത് പ്രവർത്തിക്കുന്നതും സാക്ഷികളാകുന്നതും എല്ലാം ഉണ്ട്. ഇതെല്ലാം വാസ്തവത്തിൽ പരിശുദ്ധാത്മാവാണ് അവർ ചെയ്തത്. പരിശുദ്ധാത്മാവ് അവരെ നയിച്ചു. ഉദാഹരണങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, ഈ ചിന്ത ഈ ക്ലാസ് കൊണ്ട് അവസാനിപ്പിക്കണമെന്ന് വിചാരിക്കും. നമുക്കറിയാം 16-ാം അധ്യായത്തിലൊക്കെ വരുമ്പോൾ പരിശുദ്ധാത്മാവ് അവരെ തടഞ്ഞു. പരിശുദ്ധാത്മാവ് ത്രോവാസിലേക്ക് പോകാതിരിക്കാനായിട്ട് പൗലോസിനോട് പറയുന്നു, മക്കദോനിലേക്ക് പോകാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. അതിൻ്റെ അർത്ഥം എന്താ? ഗൈഡൻസ്. അപ്പോൾ എന്ത് കാര്യങ്ങളിലും പരിശുദ്ധാത്മാവ് അവരെ നയിച്ചു. അപ്പം അതുകൊണ്ടാണ് ആക്ട്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞത്. എന്നാൽ ജോൺ സ്റ്റോട്ട് എന്ന് പറയുന്ന ആ പുതിയ നിയമ വേദചിന്തകൻ അദ്ദേഹം പറഞ്ഞത്, മുമ്പേ ഞാൻ പറഞ്ഞ പോലെ ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് എന്ന് പറഞ്ഞപ്പോൾ അതിന് എതിർ ചിന്ത വന്നത് എന്താണ്? അത് കൂടുതൽ മാൻ സെൻറ്റേഡാണ്, മനുഷ്യനാണ് കൂടുതൽ പ്രാധാന്യം. നേരെ തിരിച്ച് ജോൺ സ്റ്റോട്ട് പറയുകയാണ്, ആക്ട്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒന്നുമില്ലേ, അത് കൂടുതൽ ഡിവൈനായിപ്പോയി. ശരിക്കും ദൈവം നിയമിച്ചാക്കിയ ചില ആളുകളുണ്ടല്ലോ ഇല്ലേ, അവരെ അവിടെ നമ്മൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നുണ്ട്, പേര് പറയുന്നുണ്ട്. ഇപ്പം തന്നെ നമ്മൾ അപ്പോസ്തലന്മാരുടെ കുറേ പേരുകൾ നമ്മൾ പറഞ്ഞില്ലേ. അദ്ദേഹം പറയുന്നത് അപ്പോസ്തലന്മാരായി ചീഫ് ക്യാരക്ടേഴ്സായിട്ട് ചിലരെ ദൈവം ആ അധ്യായത്തിൽ അല്ലെങ്കിൽ ആ പുസ്തകത്തിൽ നമുക്ക് പരിചയപ്പെടാൻ കഴിയുന്നുണ്ട്. അവരെ വിസ്മരിക്കാൻ പറ്റത്തില്ലല്ലോ. അവരിലൂടെയാണ് എന്ത് ചെയ്തത്? പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ജോൺ സ്റ്റോട്ട് അത് പിന്നീട് ഒരു തലക്കെട്ടായിട്ടൊന്നും വന്നില്ലെങ്കിലും ഇച്ചിരി നീണ്ട ഒരു തലക്കെട്ടാണെങ്കിലും അദ്ദേഹം കൊടുത്തൊരു തലക്കെട്ട് ഇങ്ങനെയാണ്: ദ കണ്ടിന്യൂയിങ് വർക്ക്സ് ആൻഡ് ഡീഡ്സ് ഓഫ് ജീസസ് ബൈ ഹിസ് സ്പിരിറ്റ് ത്രൂ ഹിസ് അപ്പോസ്റ്റൽസ്. അത്ര എഴുതുമ്പോൾ നമ്മുടെ പുസ്തകത്തിനകത്ത് ഒത്തിരി സ്ഥലം പോകും. എങ്കിലും നമ്മുടെ ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇത് ഓർപ്പിച്ച് അദ്ദേഹം കൊടുത്തൊരു ഹെഡിങ്ങാണ്. അതിനൊരു കാരണം അദ്ദേഹം പറയുന്നുണ്ട്. മുമ്പ് ഞാൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ചിന്തിച്ചല്ലോ, കർത്താവ് ചെയ്തു തുടങ്ങിയതും പിന്നീട് അപ്പോൾ തുടങ്ങിയ കാര്യങ്ങൾ കർത്താവിൻ്റെ പ്രവൃത്തി തന്നെയാണ് വാസ്തവത്തിൽ എന്ത് ഇന്ന് തൻ്റെ ആത്മാവിലൂടെ തൻ്റെ ജനം ഇന്ന് തുറന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തലപ്രവൃത്തി 16:7 യേശുവിൻ്റെ ആത്മാവെന്നൊരു പദമുണ്ട്. 16:7 എന്ന് വായിക്കുക. അവിടെ ആത്മാവിനെ കുറിച്ച് പറയുമ്പോൾ 16:7 ആക്ട്സ് 16:7 ഒന്ന് വായിച്ച്. യേശുവിൻ്റെ ആത്മാവ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കർത്താവ് ചെയ്തു തുടങ്ങിയത് മക്കളിലൂടെ ദൈവം തൻ്റെ ആത്മാവിനെ അവരിൽ പകർന്ന് അത് തുടർന്നുകൊണ്ടിരിക്കുക. വാസ്തവത്തിൽ നമ്മൾ ചെയ്ത പ്രവൃത്തിയൊന്നും നമ്മുടെ പ്രവൃത്തിയല്ല, കർത്താവിൻ്റെ പ്രവൃത്തി അവൻ എന്ത് ചെയ്തു? നമ്മളിൽ കൂടെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പ്രൈസ് ലോർഡ്. അപ്പം അതുകൊണ്ടാണ് ജോൺ സ്റ്റോട്ട് പറഞ്ഞത് ദ കണ്ടിന്യൂയിങ് വർക്ക്സ്. യേശു ഈ ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടി ആ പിതാവുമായിട്ടുള്ള നിരപ്പിൻ്റെ ശുശ്രൂഷ കർത്താവ് നിവർത്തിച്ച് തുടങ്ങി. എന്നാൽ മഹത്വപൂർണനായ ക്രിസ്തു ഇന്നും എന്ത് ചെയ്യുന്നുണ്ട്? തൻ്റെ മക്കളിലൂടെ ആ പ്രവൃത്തി തൻ്റെ ആത്മാവിനെ പകർന്നുകൊണ്ട് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ദ കണ്ടിന്യൂയിങ് വർക്ക്സ് ആൻഡ് ഡീഡ്സ് ഓഫ് ജീസസ് ബൈ ഹിസ് സ്പിരിറ്റ് ത്രൂ ഹിസ് അപ്പോസ്റ്റൽസ്. അതാണ് ഇതിന് ശരിയായൊരു തലക്കെട്ടെന്നാണ് ജോൺ സ്റ്റോട്ട് എന്ന് പറയുന്ന വേദചിന്തകനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ പുസ്തകം അപ്പോസ്തോലിക കാലത്തെ വിശ്വാസികളുടെ പ്രവൃത്തികൾ അല്ലെങ്കിൽ അപ്പോസ്തോലിക കാലത്തെ ദൈവജനത്തിൻ്റെ അനുഭവങ്ങൾ ഇതെല്ലാം ഞാൻ പറഞ്ഞ പോലെ അപ്പോസ്തലന്മാരുടെ പേരുകളെല്ലാം ഒന്നും രേഖപ്പെടുത്താത്തതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്ന അപ്പോസ്തോലിക കാലത്തെ വിശ്വാസികളുടെ പ്രവൃത്തികൾ എന്ന് പറയുന്നതായിരിക്കും ശരിയെന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കർത്താവ് തുടങ്ങി വച്ചതും യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിന് ശേഷമുള്ള 3 ദശാബ്ദങ്ങളിലെ അല്ലെങ്കിൽ ഫസ്റ്റ് 30 years വിശ്വാസ സമൂഹത്തിൻ്റെ, നമ്മുടെ കോമൺ ലാംഗ്വേജിൽ പറഞ്ഞാൽ വിശ്വാസികളുടെ പ്രവർത്തനവും സഭയുടെ വളർച്ചയുമാണ് അപ്പോസ്തല പ്രവൃത്തിയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത്.
അത് എല്ലാ കാലത്തിലും എന്ന പോലെ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിലും നമുക്ക് വളരെ ആത്മീയ പ്രചോദനം നൽകുന്നതും എപ്പോഴും ഒന്ന് തിരിഞ്ഞു നോക്കാൻ, നമുക്കറിയാം നമ്മൾ വളരെ മുമ്പോട്ട് പോകുമ്പോൾ എപ്പോഴും ഒരു തിരിഞ്ഞു നോട്ടത്തിന് നമ്മെ സഹായിക്കുന്നതും ആത്മപരിശോധനയ്ക്കായി നമ്മെ പ്രചോദിപ്പിക്കുന്നതുമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകമാണ് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ എന്ന ഈ പുസ്തകം. നമ്മൾ കർത്താവിനെ വെച്ചാൽ അടുത്ത ചില ക്ലാസ്സുകൾ ഈ പുസ്തകങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പല സന്ദർഭങ്ങളിൽ നമ്മളിത് പഠിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കൃപയാൽ ഞങ്ങളും പല സന്ദർഭങ്ങളിൽ ഇത് ഒരു ക്ലാസ്സായിട്ട് തന്നെ പലയിടങ്ങളിൽ എടുക്കാൻ കർത്താവ് സഹായിച്ചിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്, ഇത് ഓരോ പ്രാവശ്യവും വായിക്കുമ്പോഴും ഇന്ന് നമ്മൾ ചിന്തിച്ചതുപോലെ തന്നെ ഓരോ കാലഘട്ടങ്ങളിലും നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ഈ വചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ പുസ്തകങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ദൈവസന്നിധി ലഭിക്കുന്ന ഉറപ്പും ദൈവസന്നിധി ലഭിക്കുന്നതായ ആ ധൈര്യവും പ്രത്യാശയും ക്ഷീണങ്ങളിൽ, നമ്മുടെ തളർച്ചകളിൽ, അത് സുവിശേഷീകരണത്തോട് ബന്ധപ്പെട്ടായിക്കൊള്ളട്ടെ, ക്രിസ്തീയ ജീവിതത്തോട് ബന്ധപ്പെട്ടായിക്കൊള്ളട്ടെ, ഏതനുഭവങ്ങളിലൂടെ പോകുന്ന ഒരു ദൈവവൈതലിനും വളരെ ആത്മബലം നൽകുന്നതും ക്രിസ്തുവിൽ നമ്മെ ഒരു പടിയൂടെ കർത്താവിനോട് നമ്മെ അടുപ്പിക്കുന്നതും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മെ ഒന്നുകൂടെ ആനയിക്കുന്നതുമായ അനുഗ്രഹീതമായ ഒരു പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം. ഈ പുസ്തകത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത് മറ്റുള്ള പുസ്തകങ്ങളിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമാണ്. അതോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. നമുക്ക് ദൈവം വെച്ചിട്ട് അടുത്ത ക്ലാസ്സിലെ ഓരോ അധ്യായങ്ങളിലേക്ക് പ്രവേശിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ചരിത്ര പുസ്തകം എന്നുള്ള നിലയിൽ ഇത് നമുക്ക് പ്രാധാന്യമർഹിക്കുന്നു. രണ്ട്, ഏത് കാലഘട്ടത്തിലും ജീവിച്ചിരിക്കുന്ന ദൈവമക്കൾക്ക് ഇത് പ്രചോദനം നൽകുന്നു എന്ന നിലയിൽ ഇത് പ്രാധാന്യമർഹിക്കുന്നു. ഈ രണ്ട് നിലയിലാണ് നമ്മളിതിനെ പ്രാധാന്യമുള്ളതായി കാണുന്നത്. ചരിത്ര പുസ്തകം എന്നുള്ള നിലയിൽ നമ്മൾ ഈ പുസ്തകത്തെ പഠിക്കുമ്പോൾ അതിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. നിങ്ങൾ ഇതിൻ്റെ അവസാന രണ്ട് വാക്യം ഒന്ന് വായിക്കാമോ? ആ ആ പിന്നെയും എന്തോ തുടരുന്നതായിട്ടാണ് നമുക്കവിടെ അത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ കുറേ അധ്യായങ്ങൾ ഒരു മനുഷ്യനെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. ഒരു ചരിത്രകാരൻ സാധാരണയായ ഒരാളെക്കുറിച്ച് പറഞ്ഞൊക്കെ വരുമ്പോൾ നമുക്ക് തോന്നും ഈ വ്യക്തിയെക്കുറിച്ച് ഉള്ള സവിസ്തരമായൊരു വിശദീകരണമാണോ എന്ന് തോന്നും. ഒരു ചരിത്രകാരൻ അങ്ങനെ എഴുതി തുടങ്ങുമ്പോൾ സാധാരണഗതിയിൽ അദ്ദേഹത്തിൻ്റെ മരണവും കാര്യങ്ങളും ഒക്കെ ഒന്ന് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. അങ്ങനെയാണ് ഒരു ചരിത്രഗ്രന്ഥം നമ്മൾ കാണുന്നത്. എന്നാൽ നിങ്ങൾ നോക്കിക്കേ, ഈ കഴിഞ്ഞ കുറേ അധ്യായങ്ങളായി, ഞാൻ പറഞ്ഞല്ലോ 18 മുതൽ ഇങ്ങോട്ട് വായിച്ചു വരുമ്പോൾ, അല്ലെങ്കിൽ 13 മുതൽ വായിച്ചു വരുമ്പോൾ പൗലോസിൻ്റെ കാര്യമേ ഉള്ളൂ. കുറേ മുമ്പോട്ട് വരുമ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കാണുന്നു. പിന്നീട് പൗലോസിൻ്റെ വിസ്താരങ്ങളാണ്. റോമിലേക്കുള്ള വലിയ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു യാത്രയാണ്. ഇതെല്ലാം പറഞ്ഞു. അങ്ങനെ വായിച്ചു വരുന്നൊരു ചരിത്രകനെ സംബന്ധിച്ചിടത്തോളം ഒരു ജിജ്ഞാസ എന്ന് പറയുന്നത്, ഈ പൗലോസിന് എന്ത് സംഭവിച്ചു എന്നൊരു ചോദ്യമുണ്ട് ഇല്ലേ? ഈ ആൾക്ക് എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന് അന്ത്യം എന്തായി? ആ വിചാരണയിൽ എന്താ നടന്നത്? ഇതൊരു ചോദ്യമാണ്. പക്ഷെ അതിനൊരു മറുപടി അല്ല ആ പുസ്തകത്തിൻ്റെ അവസാനം. അതിൻ്റെ അർത്ഥം ഇവിടെ അതിലും പ്രാധാന്യം കർത്താവ് തുടങ്ങി വെച്ച എന്തോ പിന്നെയും തുടരുകയാണ്. അവിടെ കൊണ്ട് തീരുന്നില്ല. അത് നമ്മെ പ്രചോദിപ്പിക്കുന്ന ഒരു വലിയ സത്യമാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് എന്നിലും നിങ്ങളിലൂടെ അനേകരിലൂടെ ആ പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു പൗലോസിൻ്റെ അന്ത്യം കുറിക്കുകയോ അദ്ദേഹത്തിൻ്റെ അവസാനം എന്തായിരുന്നെന്നോ ഒന്ന് രേഖപ്പെടുത്തുന്നതല്ലായിരുന്നു അവിടെ പ്രാധാന്യം. അദ്ദേഹത്തെ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്തു. എന്നാൽ അതിൻ്റെ അവസാന വാക്യങ്ങളിൽ പരിശുദ്ധാത്മ കുറിച്ചു വെച്ചത് ഇങ്ങനെയാണ്: അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു, അദ്ദേഹം ബന്ധിതനാണ്. പക്ഷേ നോക്കിക്കേ, തൻ്റെ അടുക്കൽ വരുന്നവരെയൊക്കെയും കൈക്കൊണ്ട് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഉപദേശിച്ചും പോന്നു. അത് തുടർന്നുകൊണ്ടേയിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഭയങ്കര ചലഞ്ചിങ് ആണ് ഈ അപ്പോസ്തല പ്രവൃത്തികൾ. അതിൻ്റെ അർത്ഥം പൗലോസിനെ കുറിച്ച് എഴുതി വളരെയധികമൊക്കെ പറഞ്ഞ് മുമ്പോട്ട് പോയെങ്കിലും
അദ്ദേഹം ബന്ധനസ്ഥനായെങ്കിലും ബന്ധനമില്ലാത്ത ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അത് വ്യാപിച്ചുകൊണ്ടിരുന്നു. സത്യവചനം, സത്യോപദേശം അത് പിന്നെയും അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാണ് വാസ്തവത്തിൽ ആ പുസ്തകം അവസാനിക്കുന്നത്. പക്ഷെ അതൊരു അവസാനമല്ല, അതാണ് നമുക്ക് പ്രചോദനം നൽകുന്നത്. അങ്ങനെ എല്ലാ നിലയിലും ഈ പുസ്തകം നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, കഴിഞ്ഞിടയിൽ ഒരു ബുക്കിനെ കുറിച്ച് 13ാമത്തെ ശിഷ്യൻ എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. എന്ന് പറഞ്ഞാൽ ആ ബുക്കിൻ്റെ ആശയം ഇതാണ്: എന്നെയും നിങ്ങളെയും കർത്താവ് ആ സ്ഥാനത്താണ് കണ്ടിരിക്കുന്നത്. ഇന്ന് ഈ സുവിശേഷത്തിൻ്റെ സാക്ഷ്യം വഹിക്കാൻ, സത്യസഭയുടെ ഭാഗമായിരിക്കാൻ, കർത്താവിൻ്റെ പ്രവൃത്തികളെ ശിരസാൽ വഹിച്ചുകൊണ്ട് ദൈവരാജ്യത്തിനു വേണ്ടി നിൽക്കാൻ, നമ്മുടെ കഴിവുകൾക്കും പരിമിതികൾക്കും ഒക്കെ അപ്പുറത്തായി നമ്മെ തിരഞ്ഞെടുത്ത ഒരു കർത്താവ്, നമ്മെ ഈ കാലഘട്ടത്തിൽ കണ്ട ഒരു കർത്താവ്, ആ ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മെ ഒന്നുകൂടെ വിനയപ്പെടുത്തുവാൻ, ആ ശ്രേഷ്ഠരായ ദൈവഭൃത്യന്മാരുടെ നിരയിൽ ഒരുപക്ഷെ നമ്മുടെ പേരുകൊണ്ടോ നമ്മുടെ ശ്രേഷ്ഠത കൊണ്ടോ ഒന്നും നിൽക്കുവാൻ നമ്മുടെ യോഗ്യരല്ലായിരിക്കാം. എന്നാൽ കൃപയാലുള്ള രക്ഷയും ഈ നിത്യജീവൻ്റെ അനുഭവം പ്രാപിച്ച ദൈവമക്കളെ, നമുക്കിതിൻ്റെ ഭാഗമായി തീരാൻ ദൈവം ഭാഗ്യം തന്നെങ്കിൽ അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമാണ്. എന്നെ നിങ്ങളെയും കർത്താവ് അങ്ങനെ കണ്ടിരിക്കുന്നത് കൊണ്ട്, ഞാൻ പറഞ്ഞല്ലോ, അപ്പോസ്തല പ്രവൃത്തികൾ അവിടെ തീരുന്നില്ല, അത് തുടരുകയാണ്. എന്നിലും നിങ്ങളിലൂടെ അത് കർത്താവിൻ്റെ വരവരെയും തുടരുമെന്നുള്ളത് നമുക്ക് വിശ്വസിക്കാം. അതുകൊണ്ടാണ് ഏറ്റവും ഒടുവിലത്തെ അധ്യായങ്ങൾ പ്രതിസന്ധികൾ നിറഞ്ഞ, അപകടങ്ങൾ നിറഞ്ഞ, രാജാക്കന്മാർ ഒരുപോലെ എഴുന്നേറ്റ് ഇതിനെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന, ഒരുപക്ഷെ റോമൻ ചക്രവർത്തിയുടെ മുമ്പിൽ നിൽക്കേണ്ട ഒരു സ്ഥിതി പോലും വന്നു ഭവിക്കുന്ന ഒരു അവസ്ഥയിലും എഴുതി അവസാനിപ്പിക്കുന്ന ഇങ്ങനെയാണ്: കർത്താവിൻ്റെ വചനം പരന്നുകൊണ്ടിരുന്നു. ഇന്ന് രാത്രി ദൈവമക്കളെ, നമ്മുടെ കണ്ണുകളെ ദൈവം അടയ്ക്കാം. നമ്മൾ ഈ പുസ്തകം ഈ കാലഘട്ടത്തിൽ പഠിക്കുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ, അന്നത്തെ കാലഘട്ടമൊന്നുമല്ല ഇന്നുള്ളത്. എന്നാൽ സുവിശേഷത്തിനെന്നും എതിരാളികളുണ്ട്, സുവിശേഷത്തിനെന്നും പോരാട്ടങ്ങളുണ്ട്. ക്രിസ്ത്യജീവിതം എന്നും ഒരു ഭൂമത്തയുടെ അനുഭവമല്ല. അവിടെ മുള്ളുകളുണ്ട്, പ്രതിസന്ധികളുണ്ട്. പക്ഷേ ഇന്ന് ഞാനും നിങ്ങളും ധ്യാനിക്കുന്ന ഈ പുസ്തകം നമുക്ക് തരുന്നൊരു ഉറപ്പുണ്ട്: അവൻ്റെ പ്രവർത്തികൾ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. ആ കർത്താവിൽ നമുക്ക് വിശ്വസിക്കാം. ആദിമസഭ നേരിട്ട അധാർമികതയും അശുദ്ധിയും കപടഭക്തിയും ദുരുപദേശങ്ങളും ഒക്കെ അന്നതുപോലെ ഇന്നും വ്യാപകമാണ്. എന്നാൽ ഇന്ന് രാത്രിയിൽ ഈ വചനം നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ദൈവമക്കളെ, നമുക്ക് അധൈര്യപ്പെടേണ്ട. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിനെ നാളോളം അതിനെ തികയ്ക്കുവാൻ വിശ്വസ്തനായൊരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതിൻ്റെ ഉറപ്പല്ലേ വാസ്തവത്തിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞതിൻ്റെ, ലൂക്കോസിൽ പറഞ്ഞു വെച്ചതിൻ്റെ തുടർച്ചയല്ലേ? ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. തുടങ്ങി വെച്ചതേ ഉള്ളൂ. ശിഷ്യന്മാരോട് പറഞ്ഞത്, ഞാൻ തുടങ്ങി വെച്ചതേ ഉള്ളൂ, ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നും അവൻ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നമുക്ക് ആ കർത്താവിൽ വിശ്വസിച്ച് ആശ്രയിച്ച് കർത്താവിൻ്റെ സാക്ഷ്യം സജീവമായി വഹിക്കുവാൻ, അനുഗ്രഹീതമായൊരു ക്രിസ്ത്യജീവിതം നയിക്കുവാൻ ഈ പുസ്തക പഠനം നമുക്ക് തുടർന്നും നമ്മെ സഹായിക്കട്ടെ. ആത്മീയ